കേരളത്തിന്റെ സമരസഖാവിന് നിറകണ്ണുകളോടെ വിട നൽകുകയാണ് വി.എസ്. അച്യുതാനന്ദൻ. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ നേതാവായിരുന്നു. കുട്ടനാട്ടിലെ മറ്റ് തൊഴിലാളികളുടെ നേതാവായിരുന്നു. അദ്ദേഹം മത്സ്യ തൊഴിലാളികളുടെ നേതാവായിരുന്നു. അദ്ദേഹം ചെറുതൊഴിലാളികളുടെ നേതാവായിരുന്നു. കർഷക തൊഴിലാളി യൂണിയൻ സ്ഥാപിച്ചത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ സ്ഥാപക നേതാവാണ് വി.എസ്. അച്യുതാനന്ദൻ. തുടർന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ രൂപീകരിച്ചപ്പോഴും അദ്ദേഹം തന്നെയായിരുന്നു അമരത്ത്. അങ്ങനെ തൊഴിലാളി വർഗ സമര പോരാട്ടങ്ങളുടെ നേതൃനിരയിൽ എല്ലാ കാലത്തും വി.എസ്. അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. 10 തവണ അദ്ദേഹം മത്സരിച്ചപ്പോൾ 7 തവണ അദ്ദേഹം വിജയിച്ചു. ആ 7-ൽ 4 തവണയും അദ്ദേഹം മലമ്പുഴയിൽ നിന്നാണ് നിയമസഭയിലേക്ക് എത്തിയത്. ഒരുപക്ഷെ ആലപ്പുഴയിൽ നിന്നെത്തി മലമ്പുഴയുടെ സ്വന്തം VS ആയി മാറി, അല്ലെങ്കിൽ പാലക്കാട്ടുകാരനായ VS ആയി മാറിയത് കൊണ്ടാണ് അവിടുത്തെ ആളുകൾ അത്രത്തോളം ഹൃദയത്തോട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും തങ്ങളുടെ പ്രതിനിധിയായി നിയമസഭയിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ താൻ പിന്നിട്ട വഴികളിലൊക്കെ തന്നോട് ചേർന്ന് നിന്നവരെ, കൂടുതൽ ഒപ്പം നിന്നവരെയൊക്കെ സ്നേഹിച്ചും കരുതൽ നൽകിയും ആണ് വി.എസ്. അച്യുതാനന്ദൻ മുന്നോട്ട് പോയത്. നമുക്ക് രാഷ്ട്രീയമായി ഒരുപാട് പിന്നീട് പാർട്ടിയിൽ തന്നെയുള്ള വലിയ ഭിന്നതകളും കലഹങ്ങളും ഒക്കെ നമ്മുടെ മുന്നിൽ സമീപകാലത്ത് കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയിലുണ്ടായ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ നിൽക്കുമ്പോൾ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാതെ തൻ്റെ വഴി സ്വയം തെളിക്കുമ്പോഴും പാർട്ടിയിൽ ഒരു വലിയ വിഭാഗം അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന കാഴ്ചയും, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചേർന്നവർ പിന്നീട് മറുഭാഗത്തേക്ക് പോകുന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും തളരാതെ അദ്ദേഹം തൻ്റെ നിലപാടുകളിൽ അല്ലെങ്കിൽ തൻ്റെ വഴിയിൽ ഉറച്ചു നിന്ന നേതാവായിരുന്നു. പരാജയം ഭക്ഷിച്ച് ജീവിക്കുന്ന നേതാവ് എന്നൊരിക്കൽ MN വിജയൻ വി.എസ്. അച്യുതാനന്ദനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പരാജയം വി.എസ്. അച്യുതാനന്ദന് പുത്തരിയായിരുന്നില്ല. ഓരോ പരാജയത്തിൽ നിന്നും അദ്ദേഹം കൂടുതൽ കരുത്തനായി മാറുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം കണ്ടിട്ടുണ്ട്. 1996 മാരാരിക്കുളത്ത് അദ്ദേഹം തോറ്റതിന് ശേഷം വി.എസ്. ആ ദിവസം രാത്രി മുഴുവൻ കൗണ്ടിംഗ് സെന്ററിലുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇറങ്ങി കാറിൽ കയറി വീട്ടിലേക്ക് പോകുന്ന രംഗം അന്നത്തെ മാധ്യമ പ്രവർത്തകർ എഴുതിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ ചുറ്റും പുറത്തു കൂടി നിൽക്കുകയാണ്. വി.എസ്. അച്യുതാനന്ദൻ പോകുന്നത് വരെ അവിടെ വിജയാഹ്ലാദ പ്രകടനമോ പടക്കം പൊട്ടിക്കലോ മുദ്രാവാക്യം വിളിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി വി.എസിനെ അങ്ങനെ രാഷ്ട്രീയ എതിരാളികൾ എങ്ങനെ മാനിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് അത്. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, ആശുപത്രിയിലെ കാര്യങ്ങൾ ഒക്കെ പൂർണ്ണമായി അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കുന്നു. കൃത്യമായി എത്ര സമയത്തിനകം ഇനി AKG സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ കഴിയും? ഇപ്പോഴും ഈ ആശുപത്രി അങ്കണത്തിലേക്കും ചിലപ്പോൾ ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടുണ്ടായിരിക്കാം, പ്രവർത്തകരുമൊക്കെ. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയത്? പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരത്തിലും ഇതിനോടനുബന്ധിച്ച് വലിയ തിരക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു മുൻകരുതൽ കൂടി പോലീസും സംവിധാനങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും വി.എസ്. അച്യുതാനന്ദനെ അന്ത്യ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി നൂറുകണക്കിന് പേർ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. നമുക്ക് SUT ആശുപത്രിയുടെ കോമ്പൗണ്ട് നോക്കിയാൽ തന്നെ അവരുടെ ഏറ്റവും വലിയ നേതാവ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വി.എസിന്റെ അനുശോചന സന്ദേശം അറിയിക്കാൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് സമീപത്തേക്ക് വരും എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥരൊക്കെ, അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ചുമതലയുള്ള നേതാക്കളുമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ ഇപ്പോൾ മാധ്യമങ്ങളുടെ സമീപത്തേക്ക് വരും. കേരളത്തിന്റെ കരുത്തനായ കമ്മ്യൂണിസ്റ്റ് നിലപാടുകളുടെ നാഥൻ ആയ വി.എസ്. അച്യുതാനന്ദന് അന്ത്യയാത്ര നൽകാൻ തിരുവനന്തപുരം തലസ്ഥാന നഗരം നമ്മുടെ മുൻ മുഖ്യമന്ത്രിക്ക് അന്ത്യയാത്ര തയ്യാറെടുക്കുകയാണ് തിരുവനന്തപുരം നഗരം. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശം നൽകിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വി.എസ്. അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം പഴയ AKG സെന്റർ, ഇപ്പോഴത്തെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് ആണ് കൊണ്ടുപോവുക ആദ്യം. അവിടെ ഇന്ന് രാത്രി വരെ പൊതുദർശനമുണ്ട്. ആ പൊതുദർശനം പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രം രാത്രിയിൽ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് നാളെ രാവിലെ 9 മണിക്ക് ദർബാർ ഹാളിലാണ് പൊതുദർശനത്തിന് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ദർബാർ ഹാളിലെ പൊതുദർശനം അവസാനിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ അതുവരെയുള്ള തലസ്ഥാന നഗരത്തിലെ എല്ലാ ക്രമീകരണങ്ങളും ഏകദേശം തയ്യാറായി കഴിഞ്ഞു.